നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരിക്കൽ നമുക്ക് പറഞ്ഞു തന്നു. അവർ പറയാണ്, കാന ഇദാ ദഖലൽ അശ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 പ്രത്യേകതകൾ അവിടത്തിനുണ്ടാകും. 3 പ്രത്യേകതകൾ പ്രവാചകനുണ്ടാകും. അതിൽ ഒരു പ്രത്യേകത എന്താണ്? അഹ്യൽ ലൈൽ, പിന്നെ രാത്രി വളരെ ചുരുക്കം മാത്രമേ ഉറങ്ങുള്ളൂ. അദ്ദേഹം രാത്രി അങ്ങനെ എഴുന്നേറ്റിക്കും, രാത്രി ഇബാദത്തിലായിരിക്കും, നിസ്കാരത്തിലായിരിക്കും, ഖുർആനോത്തിലായിരിക്കും, ദുആയിലായിരിക്കും. വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ചെയ്യുള്ളൂ, ഉറങ്ങുള്ളൂ. വശദ്ദൽ മിഅ്സർ, അദ്ദേഹത്തിൻ്റെ അരമുണ്ട് മുറുക്കി കൊടുക്കും. എന്തിനാണ് അരമുണ്ട് മുറുക്കി കൊടുക്കുന്നത്? ഒരു നിമിഷം പോലും പാഴാക്കാതെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും പ്രവർത്തിക്കാനും ഓരോ നിമിഷവും അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും വേണ്ടിയുള്ള ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പാണത്. വശദ്ദൽ മിഅ്സർ, അരമുണ്ട് മുറുക്കി കൊടുക്കും. 3ാമത്തെ പ്രത്യേകത എന്താണ്? വഅയ്ഖദ അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഒതുങ്ങിക്കൂടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഉണർത്തി നിർത്തും. അദ്ദേഹത്തിൻ്റെ കുടുംബം എവിടെയാണ് ഉണ്ടാവുക? പള്ളിയിൽ തന്നെയാണ് ഉണ്ടാവുക. അവർ എന്ത് ചെയ്യും? ഉറങ്ങാൻ സമ്മതിക്കാതെ ഉണർത്തി നിർത്തും. എന്നിട്ട് അവരോട് ഇബാദത്ത് ചെയ്യാൻ പറയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അവർ നമുക്ക് പറഞ്ഞു തരികയാണ്, യജ്തഹിദു ഫീ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പരിശ്രമിക്കും, വിശ്രമമില്ലാതെ ഇബാദത്ത് ചെയ്യും. മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാത്ത രൂപത്തിൽ നല്ലോണം ഏറ്റവും നന്നായി കഴിവിൻ്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അങ്ങനെ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നത്? വരുന്ന ദിവസത്തിന് അത്രമാത്രം പ്രത്യേകതയുണ്ട്, അത്രയും വലിയ പ്രത്യേകതയുണ്ട്. 20ാമത്തെ നോമ്പാണ് ഇന്ന് രാത്രിയോടുകൂടി അവസാനത്തെ 10 നമ്മൾ പ്രവേശിക്കുകയാണ്. 21ാമത്തെ രാവാണ് ഇന്ന് രാത്രിയോടുകൂടി പരിശുദ്ധ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ, ഏറ്റവും വലിയ ഓഫറിൻ്റെ, ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ, ഏറ്റവും വലിയ വാത്സല്യത്തിൻ്റെ ദിനരാത്രങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 10 ദിവസങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണെന്ത്? ഇഅ്തികാഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കഅബാലയം ശുദ്ധീകരിക്കാനും കഅബാലയം പുനർനിർമ്മിക്കാനും പറഞ്ഞപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് അത് ശരിയാക്കാൻ പറഞ്ഞത്? ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, വഅഹിദനാ ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈൽ അൻ തഹിറ ബൈതിയ ലിത്തായിഫീന വൽ ആകിഫീൻ വറുക്അഇസ് സുജൂദ്, എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുക. ആർക്ക് വേണ്ടിയാണ്? ലിത്തായിഫീൻ, ആ കഅബാലയം പ്രദക്ഷിണം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി. വൽ ആകിഫീൻ, അവിടെ ഭജനമിരിക്കുന്നവർക്ക് വേണ്ടി, ഇഅ്തികാഫ് ഇരിക്കുന്നതിന് വേണ്ടി. വറുക്അഇസ് സുജൂദ്, റുകൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിച്ചു കൊള്ളുക. ലിസ്റ്റിൽ 2ാമതായി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇഅ്തികാഫ്, മുഅ്തകിഫീൻ. അല്ലാഹു അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവരെ, അല്ലാഹു അവർക്ക് അത്രയും സ്ഥാനം നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിർ മിൻ റമദാൻ, റമദാനിന്റെ എല്ലാ അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ മരിപ്പിക്കുന്നത് വരെ, അല്ലാഹു അദ്ദേഹത്തെ മരണം കൊണ്ട് ഏറ്റെടുക്കുന്നത് വരെ 1 വർഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഒഴിവാക്കിയിട്ടില്ല എന്ന് നമ്മുടെ ഉമ്മ പറഞ്ഞു തരാണ്. എന്നിട്ട് അവർ പറയാണ്, അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാർ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാൻ. പ്രബലമായ ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ ഇഅ്തികാഫ്. മഹാനായ ഇമാം സുഹരി റഹ്മത്തുള്ളാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളുടെ കാര്യം അത്ഭുതം തന്നെ.
അത്ഭുതമാണ് ജനങ്ങളുടെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സുന്നത്തുകൾ ഒഴിവാക്കാറുണ്ട്, എടുക്കാറുണ്ട്. പലതും അങ്ങനെയാണ്. ഭൂരിപക്ഷം സുന്നത്തുകളും പ്രവാചകൻ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒഴിവാക്കാതെ തന്റെ ജീവിതത്തിൽ അങ്ങേയറ്റത്തെ കണിശതയോടെയും കർക്കശത്തോടുകൂടിയും മുറുകെ പിടിച്ച ഒരു സുന്നത്താണ് ഇഅ്തികാഫ്. ആ ഇഅ്തികാഫിന്റെ കാര്യത്തിൽ ജനങ്ങൾ എത്രമാത്രം അലസരാണ്, ജനങ്ങൾ എത്രമാത്രം ആ കാര്യത്തെ അവഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഇഅ്തികാഫിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾ വളരെ വിരളമാണ്, വളരെ തുച്ഛം വരുന്ന ആളുകളാണ്. 100,000 കാരണങ്ങൾ നമുക്കതിന്റെ മുന്നിലുണ്ട്. ആ കാരണങ്ങളെല്ലാം കാരണങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ലാതെ. നമുക്ക് ജീവിക്കണം, നമുക്ക് കച്ചവടം ചെയ്യണം, നമുക്ക് ഇടപാടുകൾ നടത്തണം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ട്. നമ്മുടെ മകൾ ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിഞ്ഞുകൂടുമ്പോൾ എനിക്കെന്റെ കച്ചവടമാണ് വലുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവോ? എനിക്കെന്റെ ഇടപാടുകളാണ് വലുതെന്നിട്ട് നമ്മൾ പോവോ? എന്റെ ജോലിയാണ് ഇല്ല. അതിന്റെ കാരണം എന്താണ്? എന്റെ ജോലിയേക്കാൾ, എന്റെ കച്ചവടത്തെക്കാൾ എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത്, അവന്റെ അടുത്ത് ഉണ്ടാവലാണ് എനിക്ക് വലുത് എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് എത്താൻ എന്തും നമ്മൾ ത്യജിക്കും, അല്ലെങ്കിൽ എന്ത് അറേഞ്ച്മെന്റും നമ്മൾ നടത്തും, എന്ത് ക്രമീകരണങ്ങളും നമ്മൾ നടത്തും. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സുന്നത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്കത് നമ്മുടെ കച്ചവടം കഴിഞ്ഞിട്ടാണ്, നമ്മുടെ ഇടപാടുകൾ കഴിഞ്ഞിട്ടാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ കഴിഞ്ഞിട്ടാണ്, നമ്മുടെ എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എല്ലാം അടങ്ങിയിട്ട് തെരയടങ്ങിയിട്ട് കപ്പലോടാമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചതിന് ശേഷം നമുക്ക് വന്നിരിക്കാനുള്ളതാണ് ഇഅ്തികാഫ് പോലെയുള്ള ഇബാദത്തുകൾ. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഇഅ്തികാഫ് പ്രബലമായ സുന്നത്താണ്. ഇനി നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? രാത്രി വരിക, എന്നിട്ട് ഇവിടെ ഇരിക്കുക, എന്നിട്ട് 1 മണിക്കൂർ 1/2 മണിക്കൂർ ഖുർആൻ ഓതുക, കുറച്ചിങ്ങനെ കത്തിയടിക്കുക, എന്നിട്ട് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. ഇബാദത്ത് രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ശല്യാവുന്ന കോലത്തിൽ ഉറക്കെ കൂർക്കം വലിക്കുക, എന്നിട്ട് അത്തായം കഴിക്കുക, സുബഹ് നിസ്കരിക്കുക, വീട്ടിലേക്ക് പോവുക. ഇതാണ് ഇഅ്തികാഫ് എന്നാണ് ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതല്ല ഇഅ്തികാഫ്. ഇതിന് പ്രതിഫലമില്ല എന്നൊന്നും പറയണില്ല, ഇതിന് പ്രതിഫലമുണ്ട്. അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കലാണ്. റസൂലുള്ള പറഞ്ഞതുപോലെ ഹയാത്തുൽ ലൈലാണ്, രാത്രിയെ ഉണർത്തി നിർത്തലാണ്. പക്ഷെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. എല്ലാ കൊല്ലവും ഈ മിമ്പർ നമ്മൾ പറയുന്നതാണ്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ 20ാമത്തെ നോമ്പിന്റെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടി, ആ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ പള്ളിയിലേക്ക് കയറിയിരിക്കും. പിന്നെ എപ്പോഴാണ് ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക? വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം. അത്യാവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാത്റൂമിലേക്ക് പോവാൻ, കുളിക്കാൻ, അതുപോലെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾക്കല്ലാതെ പിന്നെ ഭക്ഷണം കഴിക്കാൻ, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂല. ഏതുവരെ? ശഅബാന്റെ മാസപ്പിറവി കാണുന്നതുവരെ, ശഅബാൻ മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെ അവർ പള്ളിയിലാണ്. അവർ ഭജനം ഇരിക്കാൻ, അവർക്ക് ഭാര്യമാരുമായി സൊല്ലാൻ പാടില്ല. ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പഞ്ചാരടിക്കാൻ പാടില്ല. അവരുമായി അതുപോലെ ലൈംഗിക ചൊവ്വയുള്ള സംസാരങ്ങൾ പാടില്ല. അവർക്ക് സ്ത്രീ സംസർഗം പാടില്ല. അതുപോലെ തന്നെ തർക്കങ്ങൾ പാടില്ല, പ്രശ്നങ്ങൾ പാടില്ല. ഇതൊന്നും ഇഅ്തികാഫിൽ പാടില്ലാത്തതാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം ഈ 10 ദിവസം ഒഴിച്ചു നിർത്തുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കടക്കം ഇഅ്തികാഫ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പള്ളിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. സുന്നത്താണ്, അവർക്കും ഇഅ്തികാഫ് ഇരിക്കാം. എങ്ങനെയാണ് അവരുടെ ഇഅ്തികാഫ്? ഇതുപോലെ തന്നെ റമദാൻ 20 മഗ്രിബിന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ തുടങ്ങുന്നത് വരെ ഇഅ്തികാഫാണ്. അതാണ് അവരുടെയും ഇഅ്തികാഫ്. ഈ ഇഅ്തികാഫിന്റെ പ്രത്യേകത എന്താണ് പ്രിയപ്പെട്ടവരെ? ലൈലത്തുൽ ഖദർ ഏറ്റവും നന്നായി നേടിയെടുക്കാൻ കഴിയുക ഇവർക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ പള്ളിയിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും അവർക്ക് പ്രതിഫലമാണ്.
അവർ പള്ളിയിൽ കിടന്നുറങ്ങിയാലും അവർക്ക് പ്രതിഫലം. രാത്രി മാത്രം നിൽക്കുന്നവർക്ക് ആ ഓഫർ ഇല്ല. പകൽ മുഴുവൻ ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് നോമ്പ് 20-ന് കയറി വരുന്ന ആളുകൾക്ക് അവർ പള്ളിയിൽ കിടന്നുറങ്ങിയാലും ഭജനമിരിക്കുന്നതിന് പ്രതിഫലം അവർക്ക് കിട്ടും. അവരിനി 21-ന്റെയോ 23-ന്റെയോ 25-ന്റെയോ രാവിൽ അവർക്ക് തീരെ ക്ഷീണമാണ്, വയ്യ, അവർ കിടന്നുറങ്ങാൻ, പക്ഷെ അവർക്ക് ഇഅ്തികാഫിന്റെ പ്രതിഫലം ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് അത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുക മുഅ്തഖിഫുകൾക്കായിരിക്കും, ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഈ അവസാനത്തെ 10-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യാതൊരു സംശയവുമില്ല, ലൈലത്തുൽ ഖദ്ർ തന്നെയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. അതിലൊരു രാത്രിയുണ്ട് 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം. ആർക്കെങ്കിലും അതിന്റെ നന്മ തടയപ്പെടുകയാണെങ്കിൽ ഓന്റെ കാര്യം പോയി എന്നാണ്. ഓന്റെ കാര്യം പോയി, അവന് തടയപ്പെട്ടു, അവന് നഷ്ടപ്പെട്ടു. അതിനേക്കാൾ വലിയൊരു നഷ്ടം അവന് ജീവിതത്തിൽ വരാനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹു അത് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിന്റെ 5ഓളം പ്രത്യേകതകൾ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖദ്റിൽ നമുക്ക് കാണാൻ കഴിയും, സൂറത്തുൽ ദുഖാനിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ആ പരിശുദ്ധ ഖുർആനിനെ ബറക്കത്തുള്ളൊരു രാവിൽ, അനുഗ്രഹീതമായ രാവിൽ നാം ഇതാ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താണ്? ആ രാവിലാണ് പ്രധാനമായ എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം മലക്കുകൾ അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ 7ാമത്തെ ആകാശത്തിൽ നിന്ന് ആർക്കൊക്കെ എത്രയൊക്കെ ഉപജീവനം ഉണ്ടാവണം, ആരൊക്കെ ഈ വർഷത്തിൽ മരിക്കണം, ആർക്കൊക്കെ രോഗമുണ്ടാവണം, എന്തൊക്കെ ഈ ലോകത്ത് സംഭവിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ ഈ ജനങ്ങൾക്കും ഈ ലോകത്തിനും സംഭവിക്കണമെന്നെല്ലാം തുടങ്ങിയ എല്ലാ തീരുമാനങ്ങളുടെയും പറച്ചിലുണ്ടാകുന്നത് ആ രാവിലാണ്. ആ രാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് ഒരു ഫലകമുണ്ട്, ഒരു പലകയുണ്ട്. ആ പലകക്ക് ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് പറയുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, ഇന്ന ബത്ശ റബ്ബിക ലശദീദ് ഇന്നഹു ഹുവ യുബ്ദിഉ വയുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅാലുൻ ലിമാ യുരീദ്. നിശ്ചയം അങ്ങയുടെ രക്ഷിതാവിന്റെ ശിക്ഷ എന്ന് പറയുന്ന അതികഠിനമായ ശിക്ഷ തന്നെയാണ്. അവനാണ് ഖൽഖ് തുടങ്ങുന്നതും അവൻ തന്നെയാണ് അത് ആവർത്തിക്കുന്നതും. ആ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വസമൂദ് ബലില്ലദീന കഫറൂ ഫീ തക്ദീബ് വല്ലാഹു മിൻ വറാഇഹിം മുഹീത്. ഫിർഔനിന്റെയും പടയാളികളുടെയും വാർത്ത പ്രവാചകരെ താങ്കൾക്ക് എത്തപ്പെട്ടുവോ? ചില ആളുകൾ അതാ അതിനെക്കുറിച്ച് നിഷേധിക്കുകയാണ്. അവരുടെ പ്രവർത്തനം മുഴുവൻ അല്ലാഹു വലയം ചെയ്തിരിക്കുന്നു. എന്നിട്ടല്ല പറയുന്നു, ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. നിശ്ചയം അത് സ്തുത്യർഹമായ ഖുർആൻ തന്നെയാകുന്നു. ആ ഖുർആൻ ഉള്ളതാകട്ടെ സംരക്ഷിക്കപ്പെട്ട പലകയിലുമാകുന്നു. 7ാമത്തെ ആകാശത്തിൽ ഒരുപാട് പ്രത്യേകതകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് ആകാശത്തിലെ കഅബയുള്ളത്, ബൈത്തുൽ മഅ്മൂർ ഉള്ളത്. അവിടെയാണ് അങ്ങേയറ്റത്തെ മരമുള്ളത്, സിദ്റത്തുൽ മുൻതഹായുള്ളത്. അവിടെയാണ്, അതിനപ്പുറത്താണ് അള്ളാഹുവിന്റെ അർശും കുർസിയും ഉള്ളത്. അവിടെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ലൗഹുൽ മഹ്ഫൂദും ഉള്ളത്. ആ ലൗഹുൽ മഹ്ഫൂദിനാണ് അല്ലാഹു ഖുർആൻ വെച്ചിരുന്നത്. ഈ പരിശുദ്ധ റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാമത്തെ ആകാശത്തിലേക്ക് ആ ഖുർആൻ ഇറങ്ങുകയാണ്. 1ാമത്തെ ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ആ ഖുർആൻ ഇറങ്ങുകയാണ്. ആ 1ാമത്തെ ആകാശത്തിൽ നിന്നാണ് ഓരോ
സന്ദർഭത്തിനനുസരിച്ച് 23 കൊല്ലം കൊണ്ട് അള്ളാന്റെ റസൂലിലേക്ക് ഘട്ടം ഘട്ടമായി പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടാകുന്നത്. അള്ളാന്റെ ഖുർആനിന്റെ അവതരണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം തമാശയാണ്, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. നിങ്ങൾ അലംഭാവത്തോടെ കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന വലിയ പ്രതിഭാസമുണ്ടല്ലോ, ആ പ്രതിഭാസം എങ്ങാനും ഒരു പർവ്വതത്തിന് മുകളിലേക്ക് സംഭവിക്കുകയാണെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ആ ഖുർആനിന്റെ ഭാരം താങ്ങാനാവാതെ പേടിച്ചുകൊണ്ട് ആ പർവ്വതം തകർന്ന് തരിപ്പണമാകുന്നതായി റസൂലേ താങ്കൾക്ക് കാണാം. അള്ളാന്റെ റസൂലിനോട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൽ മുസ്സമ്മിൽ, അല്ലയോ മൂടിപ്പുതച്ചു കിടക്കുന്നവനെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. രാത്രിയിൽ ഒരുപാട് നേരം അങ്ങനെ നമസ്കരിച്ചു കൊള്ളുക. എന്തിനു വേണ്ടിയാണ്? അങ്ങയുടെ ഹൃദയത്തിന് ഉറപ്പ് കിട്ടാനാണത്, അങ്ങയുടെ മനസ്സിന് സ്ഥിരത കിട്ടാനാണത്. കാരണം ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഭാരമുള്ള വാക്കുകൾ, ഭാരിച്ച വചനങ്ങൾ റസൂലേ ഞാനിതാ താങ്കളിലേക്ക് ഇടാൻ പോകുകയാണ്. ആ ഭാരമുള്ള വാക്കുകൾ താങ്ങാൻ മാത്രമുള്ള ശക്തി അങ്ങയുടെ ഹൃദയത്തിന് കിട്ടണമെങ്കിൽ അങ്ങ് രാത്രി നമസ്കരിക്കേണ്ടതുണ്ട്, അല്ലാഹുവുമായി സാമീപ്യം നേടിയെടുക്കേണ്ടതുണ്ട്, ഹൃദയത്തെ അതിനുവേണ്ടി പാകപ്പെടുത്തേണ്ടതുണ്ട്, അതിനുവേണ്ടി എഴുന്നേൽക്കുക പ്രവാചകരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആ ഖുർആനിന്റെ അവതരണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള പ്രതിഭാസമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ആകാശത്ത് നിന്ന് ഓരോ ഘട്ടമായി പ്രവാചകനിലേക്ക് ആ ഖുർആൻ അവതരിക്കുകയാണ്. ഓരോ കാരണങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയാണ്. ഐഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ആരോപണം ഒരു കാരണമാണ്. അതിനെ തുടർന്നാണ് വല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻഹും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. അവരിൽ ഒരു വിഭാഗമതാ ആ ആരോപണവുമായി, ആ ബുഹ്താനുമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങൾക്ക് ഷർറാണെന്ന്, തീർച്ചയായും അത് നിങ്ങൾക്ക് ഖൈർ തന്നെയാണ്. അതുപോലെ തന്നെ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഖുറൈശികളിലെ വലിയ നേതാക്കന്മാരുമായി പ്രവാചകൻ സംസാരിക്കുകയാണ്. ഒരു നിമിഷം അന്ധനായ സ്വഹാബിയെ പ്രവാചകൻ അറിയാതെ അവഗണിച്ചു പോകുന്നു. അതാ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുകയാണ്. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. താങ്കൾ മുഖം തുളിച്ചു കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു. ആ അന്ധനായ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വന്നപ്പോ താങ്കൾ അതാ മുഖം തിരിച്ചു കളയുകയാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഇങ്ങനെ ഓരോ അവസരങ്ങളിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇറക്കി കൊടുക്കാൻ, എന്തിനാണ് അങ്ങനെ ഒരുപാട് നാളെടുത്തിട്ട് ഇറക്കി കൊടുത്തത് എന്ന് അല്ലാഹു ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. മുശ്രിക്കുകൾ ചോദിക്കാണ്, വഖാലു ലൗലാ നുസില അലൈഹിൽ ഖുർആനു ജുംലതൻ വാഹിദ, ഖുർആൻ അങ്ങോട്ട് ഒറ്റയടിക്ക് ഇറക്കിയാൽ എന്താ, ഒറ്റയടിക്ക് റസൂലിലേക്ക് ഖുർആൻ ഇറക്കിയാൽ എന്താണ്? അല്ലാഹു ഇതിന് മറുപടി പറയാണ്, ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർതീല. അങ്ങ് അതിനെ താങ്ങാൻ റസൂലെ താങ്കൾക്ക് കഴിയില്ല. അങ്ങയുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് വളരെ കുറച്ചായി ഖുർആൻ ഞാൻ താങ്കൾക്ക് തന്നത് എന്ന് അല്ലാഹു പറയുന്നു. ചെറിയ പ്രസവിച്ച 6 മാസവും 7 മാസവും 8 മാസക്കായ കുട്ടികൾക്ക് വലിയ ചോറുരുള നമ്മളങ്ങോട്ട് കൊടുക്കോ? ഇല്ല, അവരത് താങ്ങില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിട്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് വളരെ കുറച്ചായി അള്ളാഹു ഈ ഖുർആൻ കൊടുത്തു എന്നുള്ളതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഈ സമുദായത്തിന്, ഈ ലോകത്തിന് അനുഗ്രഹമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയ ദിവസമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഏതാണ്? ലൈലത്തുൽ ഖദറിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? അനുഗ്രഹീതമായ രാത്രിയാണ്. ലൈലത്തുൻ മുബാറക, മുബാറക്കായ രാത്രി, ബർക്കത്തുള്ള രാത്രി. എന്താണ് ബർക്കത്ത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ സമ്പത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ്, നമ്മുടെ സമയത്തിൽ നമുക്ക് ബർക്കത്ത് ആവശ്യമാണ്, നമ്മുടെ ആരോഗ്യത്തിൽ നമ്മുടെ ബർക്കത്ത് ആവശ്യമാണ്,
നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ ബർക്കത്ത് ആവശ്യമാണ്. ആ ബർക്കത്തിനാൽ നിറഞ്ഞു കവിയുന്ന ദിവസമാണ്, മുബാറക്കായ ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി. 1000 മാസം എന്ന് പറഞ്ഞാൽ എത്രയായി? 83 വർഷം. 83 വർഷം. ഏകദേശം രാത്രി തുടങ്ങുന്നത് മഗ്‌രിബിന് ശേഷമാണ്, അവസാനിക്കുന്നത് സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടിയാണ്. ഏകദേശം 10 മണിക്കൂറാണ് വരിക. ഇപ്പോൾ നിലവിൽ 10 മണിക്കൂറാണ് വരിക. ഇനി 10 മണിക്കൂർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 1/4 മണിക്കൂറോ 20 മിനിറ്റോ വ്യത്യാസം വരും. ഈ 10 മണിക്കൂറിനെ 83 വർഷമായി ഡിവൈഡ് ചെയ്താൽ 8 വർഷത്തിലധികം വരും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതായത് ലൈലത്തുൽ ഖദറിന്റെ ഒരു രാവെന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ, ആ രാവിലെ ഒരു മണിക്കൂർ 8 വർഷത്തിന് സമമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് 3029 ദിവസങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഒരു മണിക്കൂർ 3029 ദിവസങ്ങളാണ്. ലൈലത്തുൽ ഖദറിലെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 50 ദിവസത്തിന് തുല്യമാണ്. 50 ദിവസം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉദാഹരണത്തിന് 1.5 മാസത്തിലധികം ഒരാൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ, ഒരു സെക്കൻഡ് കൊണ്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് അയാൾ ചൊല്ലുന്നതായിരിക്കാം. ഒരു മിനിറ്റ് കൊണ്ട് അയാൾ എത്ര അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലും? 60 അസ്തഗ്ഫിറുല്ലാഹ് അയാൾക്ക് ചൊല്ലാൻ പറ്റും. ഒരു മിനിറ്റ് അയാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അയാൾക്ക് കഴിഞ്ഞാൽ 72,000 ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് 50 ദിവസം ഊണില്ലാതെ, ഉറക്കമില്ലാതെ, ജോലിക്ക് പോകാതെ, വേറൊരു ഏർപ്പാടിനും പോകാതെ ഇരുന്നിട്ടങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് ആർക്കാണ് കഴിയുക? പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം എത്ര വലുതാണ്. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്, ലൈലത്തുൽ ഖദറിന്റെ ഒരൊറ്റ മിനിറ്റ് നമ്മൾ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചെയ്താൽ, നമ്മൾ തസ്ബീഹ് ചെയ്താൽ, നമ്മൾ തക്ബീർ ചൊല്ലിയാൽ, നമ്മൾ തഹ്മീദ് ചൊല്ലിയാൽ, നമ്മൾ തഹ്ലീൽ ചൊല്ലിയാൽ, അത് 50 ദിവസം ഊണും ഉറക്കവുമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ തസ്ബീഹ് ചെയ്യുന്നതിന് സമമാണ്, ഖുർആൻ ഓതുന്നതിന് സമമാണ്, 72,000 ഇസ്തിഗ്ഫാറിന് സമമാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ നമുക്ക് ഒരുക്കി വെച്ച അനുഗ്രഹത്തിന്റെ വ്യാപ്തി എത്രയാണ്. എന്നാൽ അതിന്റെ ഇപ്പുറത്തെ സൈഡ് കൂടിയുണ്ട്. ഒരാൾ ലൈലത്തുൽ ഖദറിന്റെ ഒരു മണിക്കൂർ വെറുതെ സൊറവർന്ന് നശിപ്പിച്ചാൽ, വെറുതെ ഒരു ആവശ്യവുമില്ല നശിപ്പിച്ചാൽ 8 വർഷമാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു മിനിറ്റ് ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, പ്രിയപ്പെട്ടവരെ, 50 ദിവസമാണ്. ഒരു മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് 50 ദിവസമാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഇഅ്തികാഫിരിക്കുന്ന മുഅ്തകിഫുകളുടെ ഭാഗ്യം, അവരുടെ സുഹൃതം അവിടെയാണ്. ലൈലത്തുൽ ഖദറിന്റെ ഒരു സെക്കൻഡ് പോലും അവർക്ക് പാഴായി പോകില്ല, ഒരു നിമിഷം പോലും അവർക്ക് പാഴായി പോകില്ല. എല്ലാം അവർക്ക് അതിന്റെ അവസാനം വരെ കിട്ടും. ഇനി അവർ ഖുർആൻ ഓതുകയാണെങ്കിൽ അവർക്ക് ഇരട്ടിയാണ് പ്രതിഫലം, അദ്കാർ ചൊല്ലുകയാണെങ്കിൽ ഇരട്ടിയാണ് പ്രതിഫലം, നിസ്കരിക്കുകയാണെങ്കിൽ ഇരട്ടിയാണ് പ്രതിഫലം. ഇഅ്തികാഫിന്റെ പ്രതിഫലം, ഖുർആനിന്റെ പ്രതിഫലം, ഇഅ്തികാഫിന്റെ പ്രതിഫലം, അദ്കാറിന്റെ പ്രതിഫലം, ഇഅ്തികാഫിന്റെ പ്രതിഫലം, നമസ്കാരത്തിന്റെ പ്രതിഫലം. ഇനി ഉറങ്ങിപ്പോയാൽ ഇഅ്തികാഫിന്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇങ്ങനെ ഇഅ്തികാഫിനെ വളരെ നിസ്സാരമായി കാണുന്നത്. ലൈലത്തുൽ ഖദറിന്റെ 4ാമത്തെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നൽ മലായികത തിൽക്കൽ ലൈല, ആ രാത്രിയിൽ മലക്കുകൾ അക്സറു ഫിൽ അർദി മിൻ അദദിൽ ഹസാ, മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. മണൽ തരികളേക്കാൾ കൂടുതൽ മലക്കുകൾ ഈ ഭൂമിയിൽ നിറഞ്ഞിട്ടുണ്ടാവും, പാക്ഡ് ആയിരിക്കും ഈ ലോകം മുഴുവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖദറിന്റെ 5ാമത്തെ പ്രത്യേകത എന്താണ്? പ്രഭാതം വരെ ആ രാത്രി എന്തെന്നില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടേതുമായിരിക്കും. പിശാചുക്കളില്ല, പിശാചുക്കൾക്ക് നിൽക്കാനൊരു സ്ഥാനവുമില്ല, തിന്മകൾക്ക് നിൽക്കാനൊരു സ്ഥാനവുമില്ല. മനുഷ്യന്റെ നഫ്സിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ജീർണതകളല്ലാതെ ആത്മീയ രംഗത്ത് പൂർണ്ണമായ ശാന്തിയായിരിക്കും ആ ദിനങ്ങളിൽ ഉണ്ടാവുക, ആ രാത്രിയിൽ ഉണ്ടാവുക എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ലൈലത്തുൽ ഖദർ അതിന്റെ അവസാനം വരെ നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴാണ് ലൈലത്തുൽ ഖദർ? ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഖറജൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിർനാ ബിലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. ഫതലാഅ റജുലാൻ മിനൽ മുസ്ലിമീൻ. ആ സമയം മുസ്ലിങ്ങൾക്കപ്പെട്ട രണ്ടാൾ തമ്മിൽ തല്ലാൻ തുടങ്ങി, തമ്മിൽ കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങി. ഫഖാല ഖറജതു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ. ഞാൻ നിങ്ങളിലേക്ക് വന്നത് ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. ഫതലാഅ ഫുലാൻ വ ഫുലാൻ. ഇന്നയാളും തമ്മിൽ കച്ചറ കൂടി. ഫറുഫിഅത്. അങ്ങനെ എന്നിൽ നിന്ന് അറിവ് ഉയർത്തപ്പെട്ടു. അല്ലാഹു അക്ബർ. രണ്ട് വ്യക്തികളുടെ തമ്മിൽ തല്ല് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മുഴുവനുമുള്ള വലിയൊരു ഭാഗ്യം അതങ്ങോട്ട് ഉയർത്തിപ്പെടുകയാണ് എന്ന് റസൂൽ പറയാണ്. വഅസാ അയ്യകൂന ഖൈറൻ ലക്കും. നിങ്ങൾക്ക് ആ ഉയർത്തപ്പെട്ടതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടായിരിക്കും. ഫൽതമിസുഹ. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കുക. ഫിത്താസിഇ വസ്സാബിഇ വൽ ഖാമിസ്. 29ന്റെ രാവിലും 27ന്റെ രാവിലും 25ന്റെ രാവിലുമെല്ലാം ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. ഇൽതമിസുഹ ഫി അശ്റിൽ അവാഖിർ മിൻ റമദാൻ ലൈലത്തുൽ ഖദർ. അവസാനത്തെ 10ലെ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാഥ, ആ ലൈലത്തുൽ ഖദർ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ നാഥ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ മാസം പോകുന്നതിന്റെ മുന്നേ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്നവരായി, തഖ്വ ഏറ്റവും കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നവരായി മാറണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. 5 കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രധാനമായും ഏറ്റവും ധൃതിപ്പെട്ടും വളരെ കൂലങ്കഷമായും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ് പ്രിയപ്പെട്ടവരെ? റമദാൻ മാസത്തിന്റെ, റമദാൻ എന്ന മഹാ അവസരത്തിന്റെ അവസാന നാളുകളിലാണ് ഞാനുള്ളത്. എങ്ങനെ ആ നാളുകളെ എനിക്കെന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും? ആ നാളുകളെ എങ്ങനെ എനിക്ക് എൻ്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇനിയൊരു റമദാനിന് ഞാൻ അവശേഷിക്കുമോ? ഞാൻ ബാക്കിയാകുമോ റബ്ബേ ഇനിയൊരു റമദാനിന്? അങ്ങനെ ബാക്കിയാവുന്നില്ല എങ്കിൽ ഈ റമദാൻ മാസത്തിൽ എൻ്റെ പാപക്കറകൾ മുഴുവൻ കഴുകിക്കളയാൻ എനിക്ക് കഴിയണം. എൻ്റെ ബാധ്യതകൾ മുഴുവൻ തീർക്കാൻ എനിക്ക് പറ്റണം. ഞാൻ പിണങ്ങി നിൽക്കുന്നവരുമായി ആ പിണക്കത്തിന്റെ എല്ലാം കടക്ക് കത്തിവെക്കാൻ എനിക്ക് കഴിയണം. ഇനിയൊരു റമദാൻ മാസം എനിക്കുണ്ടാകുമോ റബ്ബേ എന്ന വേദന അവസാന നാളുകളിൽ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കണം. മൂന്നാമത്തെ ചിന്ത, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നൊരു കണ്ണും പിടയുന്നൊരു ഹൃദയവും എനിക്ക് റമദാൻ മാസത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹിന്റെ മുന്നിൽ കൈമുട്ടുമ്പോ ഒരു വട്ടം പോലും ഹൃദയം പടച്ചിട്ടില്ല എങ്കിൽ, ഒരു വട്ടം പോലും കണ്ണ് നിറഞ്ഞിട്ടില്ല എങ്കിൽ, കണ്ണ് നിറക്കാനുള്ള ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇനി വരാൻ പോകുന്നത്. ഹൃദയം പിടക്കാനുള്ള ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാഥാ, കരയാത്തൊരു കണ്ണിനെ, ഭയപ്പെടാത്ത ഹൃദയത്തെ നീ എനിക്ക് നൽകല്ലേ നാഥാ എന്ന് പറഞ്ഞ് കരയാൻ റബ്ബിനെ ഓർത്ത് കരയാൻ നമ്മൾ ശ്രമിക്കുക. നാലാമത്തത് പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ കൂട്ടുകാരനാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഖുർആനിന്റെ സന്തത സഹചാരിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായ ഒരു ഇഹ്തിസാബ് നമ്മൾ നടത്തണം. ഒരു സ്വയം വിചാരണ നമ്മൾ നടത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അറിയാത്ത നാട്ടിലേക്ക് പോകാനായിരിക്കാം, ആരും അവിടെ പരിചയക്കാരില്ല, അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് എത്ര വലിയ സമാധാനമാണ്.
എത്ര വലിയ സന്തോഷമാണ്. എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ പെട്ടിയൊക്കെ വാങ്ങിച്ച് വണ്ടിന്റെ ഉള്ളിലേക്ക് വെച്ച് അവൻ നമ്മളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എത്ര മാത്രം സമാധാനിക്കും. പ്രിയപ്പെട്ടവരെ, ഖബറിൽ നിന്ന് ഖുർആനിന്റെ കൂട്ടുകാരൻ എഴുന്നേൽക്കുമ്പോൾ ആ ഖബറിന്റെ പുറത്ത് അവന് വേണ്ടിയുള്ള ലഗേജുമായി ഖുർആൻ കാത്തു നിൽക്കുമെന്ന് ഹദീസാണ്. എന്താണ് അവന് വേണ്ടിയുള്ള ലഗേജ്? ഒന്ന് ഖുൽദാണ്, അനശ്വരതയാണ്. 2 മുൽക്കാണ്, അറ്റമില്ലാത്ത രാജാധികാരമാണ്. ഈ 2 ലഗേജുമായി ഖുർആൻ അയാളെ കാത്തു നിൽക്കും. അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മാത്രയിൽ അയാളുടെ ഈ 2 ലഗേജുകളും അയാളുടെ കൈകളിലേക്ക് കൊടുക്കും. എന്നിട്ട് ഖുർആൻ അയാളോട് പറയും, ഇഖ്റഅ മിന്നി, എന്നിൽ നിന്ന് നീ പാരായണം ചെയ്യുക. അയാൾ അങ്ങനെ പാരായണം ചെയ്യും. ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ ഉത്തുംഗമായ പദവികളിലേക്ക് ആ മനുഷ്യൻ എങ്ങനെ കയറിപ്പോകുമെന്ന് ഹദീസിന്റെ താളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഖുർആനിനെ നമ്മുടെ ഉറ്റ സുഹൃത്താക്കി മാറ്റാൻ ഈ 20 ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവസരം തീർന്നിട്ടില്ല, അവസരം കഴിഞ്ഞു പോയിട്ടില്ല. ഇനി 1/3 അവസരം ബാക്കിയുണ്ട്, 10 ദിവസം ബാക്കിയുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തുക. അടുത്ത ആഴ്ച നിങ്ങളോട് ഇതല്ല പറയാ, അടുത്ത ആഴ്ച അവസരം കഴിഞ്ഞു എന്നാണ് പറയാ. അവസരം കഴിഞ്ഞു എന്ന വാക്ക് കേൾക്കുന്നതിന്റെ മുന്നേ ഖുർആനിനെ കൂട്ടുകാരനാക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യവും കൂടി വളരെ ചെറിയ രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്, വളരെ ഗൗരവതരമായ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, സക്കാത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ ദുആ ചെയ്തിട്ടോ ഒന്നും കാര്യം ഉണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ മക്കളും കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമായിരിക്കും. അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം എത്രയാണ്, അതിന്റെ നിസാബ് എത്രയാണ് എന്നെല്ലാം അന്വേഷിച്ച് തിട്ടപ്പെടുത്തി ആ സക്കാത്ത് കൊടുത്തു തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസത്തെ അതിന്റെ ഏറ്റവും പരമാവധി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ സിയാമും ഖിയാമും എല്ലാം നീ സ്വീകരിക്കണേ നാഥ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന അമലുകളുമായി കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും നീ സംശുദ്ധമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും നീ ശുദ്ധിയാക്കണേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളും വാഹകരും പ്രചാരകരുമായി മരണം വരെ ഞങ്ങൾ നീ ജീവിപ്പിക്കണേ നാഥ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.